കേരളത്തിൽ ക്രൈസ്തവ ബാന്ധവം അത് ബി.ജെ.പിയുടെ സ്വപ്നമാണ്. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന്, ക്രിസ്മസ് നാളുകളിലെ ഗൃഹസന്ദർശനം, ഇതെല്ലാം ആ സ്വപ്നത്തിലേക്കുള്ള വഴിയും. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ കേരളത്തിൽ നിന്ന് നിരവധി പുരോഹിതന്മാർ പങ്കെടുത്തിരുന്നു. വിരുന്നുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനം ആ വിരുന്നിൽ മണിപ്പൂർ വിഷയം ചർച്ചയായില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും അതേ വിമർശനം ഉന്നയിച്ചു, കടുത്ത ഭാഷയിൽ. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി നടത്തിയത്. സജി ചെറിയാനും കെ.ടി. ജലീലും പാർട്ടി ക്ലാസുകളിലെ നിഘണ്ടു ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത്തരം പ്രയോഗങ്ങൾ പ്രതീക്ഷിക്കാമെന്നും കെ.സി.ബി.സി പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനായി തൃക്കാക്കരയിൽ എത്തുന്ന ദിവസമാണ് കെ.സി.ബി.സി പരസ്യമായി ഈ അതൃപ്തി പ്രകടിപ്പിച്ചത്. കേൾക്കാം ആദ്യം സജി ചെറിയാൻ പറഞ്ഞത്. നമ്മുടെ ക്രിസ്ത്യാനികളായ ബിഷപ്പുമാരെ എല്ലാം വിളിച്ച് ഈയിടെ ഒരു അത്താഴം കൊടുത്തു, കുറച്ച് കേക്കൊക്കെ മുറിച്ചു. കർത്താവ് ജനിച്ചതിന്റെ ഓർമ്മയാണല്ലോ ഈ ക്രിസ്മസ് നാളിൽ. അപ്പൊ ചില ബിഷപ്പുമാർക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ഒരു രോമാഞ്ചമുണ്ട്. ബി.ജെ.പി നേതാക്കന്മാരെ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചം. അപ്പൊ അങ്ങനെ രോമാഞ്ചം കൂടി കുറച്ചുപേര് പോയി ഡൽഹിയിൽ. കേക്കിന്റെ പീസും പിന്നെ മുന്തിരിങ്ങ ഇട്ട് വാറ്റിയ സാധനവും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ. വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതുള്ളതല്ല, മറ്റേ ഇത് വീറ്റി, അതും എല്ലാം കഴിച്ച് സ്തുതിയൊക്കെ പാടിപ്പോയി. ഈ പോയ ആളുകൾ ഒരു വാക്ക് ആ മണിപ്പൂരിൽ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് ആളുകളെ കശാപ്പ് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നിടപെട്ടൊരു വാക്ക് പറഞ്ഞു. പറയാനുള്ള ആർജവുണ്ടോ? ഒരാർജവുമില്ല. എന്നിട്ട് ബി.ജെ.പിക്കാരന്റെ ഭീഷണിയുടെ മുമ്പിൽ, സംഘപരിവാറിന്റെ ഭീഷണിയുടെ മുമ്പിൽ മാലയിട്ട് ഞെളിഞ്ഞിരുന്ന് ഞങ്ങൾ ബി.ജെ.പി ആണെന്ന് പറയാൻ കഴിയുന്ന ചില പുരോഹിതന്മാരടക്കം കേരളത്തിൽ നിന്നും. ഇന്ന് കെ.സി.ബി.സി പറഞ്ഞത്, കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുണ്ട്. വൈൻ കുടിച്ച രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാന്മാരെന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ച രീതിയിൽ വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനായിട്ട്. ഈ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്കൊക്കെ അവരുപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. അത്തരം നിഘണ്ടുകൾ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഈ വിഷയമാണ് 2-4 ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പം അതിഥികളുണ്ട്. അഡ്വക്കേറ്റ് പി ജോസഫ്, അദ്ദേഹം കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റാണ്. ഷൈജു ആന്റണിയുണ്ട്, അദ്ദേഹം സഭാ സുതാര്യ സമിതിയുടെ വക്താവ് കൂടിയാണ്. ആദ്യം അഡ്വക്കേറ്റ് പി ജോസഫിലേക്ക്. ശ്രീ പി ജോസഫ്, മന്ത്രിയുടെ ഭാഷ അല്പം കടുത്തതായിരിക്കാം, വിമർശനം നിശിതമായ വിമർശനമാണ്. പക്ഷെ അതിലപ്പുറം ഉയരുന്ന ചോദ്യം ഈ സ്നേഹ സംഗമത്തിലെ മധുരം നുകർന്ന മണിപ്പൂരിനെ മറന്നോ എന്നതാണ്. അതിന് സഭയ്ക്കുള്ള മറുപടി എന്താണ്? ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്കാണ് ക്രൈസ്തവ പ്രതികളെ അടക്കം അദ്ദേഹം വിളിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും ചെയ്യുന്നൊരു ആവശ്യമായ കാര്യമാണ്. തീർച്ചയായും അദ്ദേഹം ക്രൈസ്തവ സമൂഹത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെപ്പറ്റി സംസാരിക്കുകയും അവരുടെ ഏറ്റവും ക്രൈസ്തവരെല്ലാം ഏറ്റവും പരിമാണമായി കൊണ്ടാടുന്ന യേശു ക്രിസ്തുവിന്റെ വീഴ്ചയുടെ ജനസമയത്ത് അതിനോടനുബന്ധിച്ച് നടത്തുന്ന വിരുന്നിൽ, അവരുടെ ആദരവായിട്ട് നടത്തുന്ന ആ ഒരു വിരുന്നിൽ പങ്കെടുക്കുന്നതിൻ്റെ ആദ്യം തെറ്റെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങിലേക്കല്ല ഇവരാ പോയത്. ഒരു പ്രധാനമന്ത്രി ഇവിടെ നമുക്ക് കാണാം, കേരള ഗവർണർ നടത്താറുണ്ട്. മുഖ്യമന്ത്രി ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും അദ്ദേഹം പ്രഭാത പക്ഷത്തിന് വിവിധ ബിഷപ്പുമാർ അതിൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും കാണാത്ത ആക്ഷേപമാണ് ശ്രീ സജി ചെറിയാൻ ഈ ദിവസം നടത്തുന്നത്. ഞങ്ങൾ കണ്ടതാണ് സജി ചെറിയാന്റെ ഭാഷ വളരെ ബുദ്ധിമുട്ട്. മറ്റുള്ളവർക്ക് ഒരു വിധത്തിലും നമുക്ക് സാംസ്കാരിക മന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പറ്റാത്ത, സംസ്കാരമില്ലാത്ത വാക്കുകളാണ് പറഞ്ഞത്. ഒന്നാമത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷൈജു ആന്റണി, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, സംസ്കാര സമ്പന്നമായ ഭാഷ ഉപയോഗിക്കണം. പക്ഷേ ഭാഷ മാത്രമാണോ ഇവിടെ പ്രശ്നം? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയം, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഇപ്പൊ കെ.സി.ബി.സി ഈ സാംസ്കാരിക മന്ത്രിക്കെതിരെ പ്രതികരിച്ചു.
ആ പ്രതികരണത്തിൽ ഒരിടത്ത് പോലും സാംസ്കാരിക മന്ത്രി ഇത്തരം ഒരു ചോദ്യം ചോദിക്കരുതായിരുന്നുവെന്നോ ആ ചോദിച്ച ചോദ്യം തെറ്റാണെന്നോ പറഞ്ഞില്ല. അതിൽ നിന്ന് സാംസ്കാരിക മന്ത്രിയുടെ നാടൻ ഭാഷയിൽ അദ്ദേഹം വീഞ്ഞു കുടിച്ചപ്പോ രോമാഞ്ചം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ വളരെ ബാലിശമായ ചില പ്രയോഗങ്ങളെ മാത്രം എടുത്ത് അതിനെ മാത്രം വിമർശിക്കുകയാണ്. അതിനെ വിമർശിക്കുമ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഇപ്പൊ പി ജോസഫ് പറഞ്ഞപ്പോഴും യഥാർത്ഥ ചോദ്യത്തെക്കുറിച്ച് ഇവരാരും അഡ്രസ് ചെയ്യുന്നില്ല. ഇവർക്കിതൊരു വലിയ പ്രശ്നമാണെന്നേ, ഇവർക്കിത് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യാനികളും, ഞാൻ അടക്കമുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും വല്ലാത്ത ആശങ്കയിലാണ്. മണിപ്പൂരിൽ മാത്രമല്ല കേട്ടോ, മണിപ്പൂരില്, ജാർഖണ്ഡില്, UP-യില് അങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ അടക്കമുള്ള ആളുകൾ നേരിടുന്ന ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന ഒരു വിഷയത്തെ അധികരിച്ച് ഞങ്ങൾ എല്ലാവരും വലിയ ആശങ്കയിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ തൃശ്ശൂരിലെ എങ്ങണ്ടിയൂരുള്ള ഒരു ഫാദർ ബാബു ഫ്രാൻസിസ് 83 ദിവസം ജയിലിൽ കിടന്നിട്ട് ഈ ഡിസംബർ 23-ാം തീയതിയാണ് ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു വിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ഒരു മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിലടച്ചു. എന്തെന്ന് പറഞ്ഞാണ് ജയിലിലടച്ചത്? മതപരിവർത്തനവും കൊലപാതക ശ്രമവും. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് 83 ദിവസം അദ്ദേഹത്തെ ജയിലിലിട്ടു. ഒരു കത്തോലിക്ക പുരോഹിതരാണ്. ഡിസംബർ 23-ാം തീയതിയാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത്രമാത്രം വലിയ ഒരു ആശങ്കയിൽ ഈ മനുഷ്യർ നിൽക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ മുന്നിൽ ഒരു നക്ഷത്രം തൂക്കാൻ അവർക്ക് ഭയമാണ്. നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ പുൽക്കൂടില്ല. വലിയ കുറെ ദേവാലയങ്ങളിൽ, ആയിരക്കണക്കിന് ദേവാലയങ്ങളിൽ രാത്രി ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? അവർക്ക് ഭയമായത് കൊണ്ടാണ്. അവരുടെ മനുഷ്യരെങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ആക്രമിക്കപ്പെട്ടാലോ എന്ന ഭയമാണ്. അത്രമാത്രം ഭീകരമായൊരു അവസ്ഥയിൽ ക്രിസ്ത്യാനികൾ ജീവിക്കുമ്പോൾ ഈ ക്രൈസ്തവ സഭാ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ബിഷപ്പുമാർ, ബിഷപ്പ് ഓസ്വാൾഡ് ഗ്രേഷ്യസ് അടക്കം, ബിഷപ്പ് ഭരണികുളങ്ങര അടക്കം ഉള്ള പ്രധാനപ്പെട്ട ബിഷപ്പുമാർ, ഈ ക്രൈസ്തവ സഭയിൽപ്പെട്ട പ്രധാനപ്പെട്ട ബിസിനസ്സുകാർ, പ്രധാനപ്പെട്ട സാംസ്കാരിക നായകർ, കായിക നേതാക്കൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ച് ഒരു വിരുന്ന് നടത്തുമ്പോൾ ആ വിരുന്നിൽ പ്രധാനമന്ത്രി സ്വയമേവ നിങ്ങളുടെ ഈ ആശങ്ക എനിക്കറിയാം, ഞങ്ങൾ അതിനെ പരിഹരിക്കാൻ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക്. ഇനി പോട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞില്ല, ഞങ്ങളുടെ ബിഷപ്പുമാരാരെങ്കിലും വി ഹാവ് ആൻ ആപ്രിഹെൻഷൻ ലൈക്ക് ദിസ് എന്ന് പറയാമല്ലോ. അതും പറയാൻ കൂട്ടാക്കിയില്ല. അത് ഒരു വലിയ അപകടകരമായ സൂചനയാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. ഏതാണ്ട് അതുപോലെ അപകടകരമായ ഒരു സൂചന നമ്മുടെ മുന്നിലേക്ക് ഉയർത്തി വെച്ചു എന്നുള്ളത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. താഴെ തട്ടിലുള്ള സാധാരണ വിശ്വാസികൾ പോലും ആകുലതയോടെയാണ് ബിഷപ്പുമാരുടെ ഈ പ്രവൃത്തിയെ കാണുന്നത്. അതവർ BJP-യെ ചേരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ചേരുന്നത് കൊണ്ടല്ല. അവിടുത്തെ പ്രശ്നം ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു വേദന, അതിനെ അഡ്രസ് ചെയ്യാൻ ഇവർ മുതിരുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ആ പ്രശ്നത്തെ വലിയ അത്രയും വലിയൊരു വേദി കിട്ടിയിട്ട് ഇത്രയും വലിയൊരു വിഷയം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? ഇതിലും വലിയൊരു വേദി കിട്ടുമായിരുന്നോ മണിപ്പൂർ പോലെയുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ പറയാൻ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. നേരത്തെ നമുക്കറിയാം സുപ്രീം കോടതിയിലടക്കം ഈ സഭയ്ക്ക് നേരെ, സഭയുടെ ആതുരാലയങ്ങൾ നേരിടുന്ന അക്രമങ്ങൾ, സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന അക്രമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പല കേസുകളും നടക്കുന്നുണ്ട്. അതിൽ ചില കണക്കുകൾ തന്നെ ഈ സഭയുടെ പ്രതിനിധികളൊക്കെ നൽകിയിരുന്നു. ഞാൻ ആ കണക്കുകളൊന്ന് വെറുതായി പറയാം. അഡ്വക്കേറ്റ് പി ജോസഫ്, 2014 സഭയ്ക്ക് നേരെ നടന്ന FIR രേഖപ്പെടുത്തിയ കണക്കുകളുടെ എണ്ണം 151 ആണെങ്കിൽ ഈ വർഷം 2 മാസം മുൻപ് വരെ അത് 525 ആണ്. ഇത് ക്രമാതീതമായ വർധനയാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതിനെ കണക്ക് നോക്കുമ്പോൾ, FIR രേഖപ്പെടുത്തിയ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ഒരു വേദി കിട്ടുമ്പോൾ നിങ്ങളുടെ ആശങ്കകൾ, ഈ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? സ്വാഭാവികമായും ഈ ചോദ്യത്തിന് അപ്രസക്തമാണ്. ക്രൈസ്തവ സമൂഹം ഭീഷണികൾ നേരിടുന്നത് ഇന്ന് തന്നെ തുടങ്ങിയല്ല. ലോകത്തിൽ മൊത്തം ക്രൈസ്തവ സമൂഹം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് 200 ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെട്ടത്. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ ഇത് കണക്കുള്ള ഭീഷണി മൂലം കൊല്ലപ്പെട്ടത് നിരവധി ആൾക്കാരാണ്. നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞ് കിടക്കാൻ പോവാണ്. ഇവിടെ നമുക്കറിയാം
ഹമാസ് ഭീകരര് അവിടെ കൊല്ലപ്പെട്ടപ്പോഴത്തേക്കിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് ആയിക്കോട്ടെ, LDF ആകട്ടെ, UDF ആകട്ടെ, വലിയ റാലികൾ നടത്തുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നൈജീരിയയിൽ 200 ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് ഇവിടെ ആരെങ്കിലും റാലിയുണ്ട്? ഇവിടെ ആരെങ്കിലും അതിനെപ്പറ്റി ഏതെങ്കിലും പത്രത്തിൽ നിന്നോ ഏതെങ്കിലും മാധ്യമങ്ങളെ ചർച്ചയിലെടുത്തു? വെച്ചില്ല. ഇവിടെ പ്രധാനമന്ത്രി വിളിച്ച ചടങ്ങിൽ പോയപ്പോൾ അതൊരു വിവാദമാക്കി എല്ലാവരും BJP. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയുടെ സജി ചെറിയാൻ പ്രതിദാനം ചെയ്യുന്ന ആ സഭയുടെ ഭദ്രാസന സെക്രട്ടറി BJP ചേർന്നു. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. നമ്മളൊരു കാര്യം യാഥാർത്ഥ്യങ്ങളെ കണ്ടിട്ട് മടിക്കരുത്. ഇപ്പൊ നമ്മളോ ഇവിടുത്തെ ക്രൈസ്തവർ വോട്ട് ചെയ്യുന്നു, ആര് വോട്ട് ചെയ്യുന്നുള്ളതല്ല. എല്ലാവരും വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ അവകാശമാണ്. വരും കാലഘട്ടങ്ങളിലും ഈ സിറ്റുവേഷൻ മാറുമെന്ന് ഇത് ഇവിടെ BJP അധികാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണ് നമ്മൾ പറയുമ്പോൾ അത് എല്ലായിടത്തും അരക്ഷിതാവസ്ഥ. കേരളത്തിൽ ഞങ്ങൾ അരക്ഷിതാവസ്ഥയില്ല. കേരളത്തിലെ ന്യൂനപക്ഷപരമായ കാര്യങ്ങളിൽ ഞങ്ങളോട് കാണിക്കുന്ന വിവേചനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ ക്രൈസ്തവർ അധിവസിക്കുന്ന മലയോര മേഖലകളിൽ ആ നിയമം ഒന്ന് മാറ്റി ആ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആരെങ്കിലും നിയമം കൊണ്ടുവന്നുണ്ടോ? തീരദേശത്തെ ഇവിടുത്തെ ക്രൈസ്തവരെ അനുഭവിക്കുന്ന വേദന അവരെ വലിയ കോർപ്പറേറ്റുകൾക്ക് തള്ളിവിട്ട് കൊടുത്തിരിക്കുമല്ലേ, അവരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ക്രൈസ്തവരെ നമ്മൾ ചുമ്മാതെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, കുറച്ച് അഭികാരങ്ങൾ കിട്ടു. അതുകൊണ്ടല്ല ക്രൈസ്തവ വിശ്വാസത്തിന് അതിനോടുള്ള മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു തടസ്സവും എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം ഇപ്പൊ അരക്ഷിതാവസ്ഥ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാന്ന് പറയാം. ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന വിവേചനം, ഒരു മതത്തോട് കൂടുതൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു മതത്തോട് ഞങ്ങള് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സഭ നേരിടുന്നത് കേരളത്തിലാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ KCBC-ക്ക്? അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, സഭ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നിലവിൽ രാജ്യത്ത് നേരിടുന്നത് കേരളത്തിലാണ്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? കേരളത്തിലൊക്കെ ഞങ്ങൾ നേരിടുമല്ലേ? ഒരു ന്യായ വകുപ്പ് എടുത്ത് മുഖ്യമന്ത്രി വഹിക്കണം എന്ന് പറഞ്ഞ വകുപ്പ് രാജ്യക്രമാനും ആരും അറിയാതെ എടുത്ത് വേറെ മന്ത്രി കൊടുത്തില്ലേ? ആരോടെങ്കിലും ഇതിനെപ്പറ്റി ചർച്ച നടത്തിക്കോ? ഏത് കാര്യത്തിലുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ കാണാതെ അതിന് BJP-യുടെ പാർട്ടി ആസനം നാഗപ്പൂരിലേക്ക് അല്ലല്ലോ പോയത്, പ്രധാനമന്ത്രിയുടെ ബസ്സിലേക്ക് പോയി. പിന്നെ മണിപ്പൂരിലെ വിഷയം ചർച്ച ചെയ്യുന്നു. മണിപ്പൂർ മാത്രമല്ല പ്രശ്നം, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. അത് ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് മാധ്യമങ്ങൾക്ക് കൊടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. അത് പോയവർ പറയും, പേഴ്സണായിട്ട് പറയുള്ളൂ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ കാര്യങ്ങൾ ഞങ്ങളെ പോയ ആളുകളൊക്കെ അന്ന് പുറത്തു വന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എല്ലാവരോടും, ഈ പുരോഹിതന്മാരോട് മാത്രമല്ല മറ്റ് സാമൂഹിക മേഖലയിൽ നിന്നുള്ള ആളുകൾ, അവരോട് എല്ലാവരോടും ചോദിച്ചിരുന്നു. മണിപ്പൂർ ചർച്ചയായിട്ടില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കണക്ഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷൈജു ആന്റണി, നോക്കൂ, ഈ പുരോഹിതന്മാർ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു ഗൃഹ സന്ദർശനമൊക്കെ നടക്കുന്ന സമയത്താണ് പത്തനംതിട്ടയിൽ നിന്നത് ഓർത്തഡോക്സിന്റെ ഭദ്രാസനം സെക്രട്ടറി തന്നെ BJP-യുടെ അംഗത്വം എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി BJP-യിലേക്ക് ഒരു ഒഴുക്കായിരിക്കുമോ സഭയിൽ നിന്ന്? ഒന്നാമത്തെ കാര്യം, വളരെ പെട്ടെന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ PP ജോസഫ് പറഞ്ഞതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ് ഈ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ് അത്? ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൽ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാത്തതിന്റെ പേരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന പീഡനങ്ങളല്ല. അത് ക്രൈസ്തവ വിശ്വാസം കൊണ്ടു നടക്കാൻ അനുഭവിക്കുന്ന നൊമ്പരത്തിന്റെ പേരാണ്. അതിനെയാണ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞത് വിഷയങ്ങളൊന്നും ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ വരുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നു. എപ്പോഴെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒരു ക്രൈസ്തവൻ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു പള്ളി ആക്രമിക്കപ്പെട്ടു, അങ്ങനെ ഏതെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ഇൻസിഡന്റിനെ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായി റെഗുലറായി ഇത്തരം ഇൻസിഡന്റുകൾ ഉണ്ടാവുകയും ആ ഇൻസിഡന്റുകളുടെ ഗ്രാഫ് റെഗുലറായി കൂടിക്കൊണ്ടിരിക്കുകയും അതിന്റെ ഫ്രീക്വൻസി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ പെർസിക്യൂഷൻ തന്നെയാണെന്ന് അന്താരാഷ്ട്ര സമൂഹങ്ങൾ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഡേറ്റ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, ആ ഡേറ്റ വെച്ചിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞതുപോലെ നൈജീരിയയിൽ ഒരു കൂട്ടക്കൊല നടന്നതോ അല്ലെങ്കിൽ IS ഭീകരർ ഏതെങ്കിലും ഒരു സമയത്ത് വധിച്ചതോ അങ്ങനെയൊന്നുമല്ല. ഒരു രാജ്യത്ത് കണ്ടിന്യൂസ് ആയി ഒരേ സ്ഥലത്ത്
ക്രിസ്ത്യാനികൾ നിരന്തരമായി അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു എന്നതിനാണ് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. മറ്റൊരു വിഷയമാണ്. ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പോ ഈ നടക്കുന്ന ഈ കാര്യത്തിലേക്ക് വരാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹവും ഈ ഫാദർ ഷൈജു കുര്യൻ BJP-യിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തപ്പോ അതിനകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ BJP ചേർക്കുന്ന ഒരു ചടങ്ങായിരുന്നില്ല. അവിടെ നടന്നത് ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നു. ആ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കേന്ദ്രമന്ത്രി V. മുരളീധരനെ വിളിച്ചു വരുത്തുന്നു. ആ ക്രിസ്മസ് ആഘോഷത്തിൽ ഒരു അനുഗ്രഹ പ്രഭാഷണം കൊടുക്കാൻ വേണ്ടി ആ ഓർത്തഡോക്സ് സഭയുടെ വലിയ തിരുമേനിയെ വിളിച്ചു വരുത്തുന്നു, ക്ലിമ്മീസ് തിരുമേനിയെ വിളിച്ചു വരുത്തുന്നു. ക്ലിമ്മീസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഇവരതിനെ ഒരു BJP-യിലേക്കുള്ള ഒരു കൺവേർഷൻ ചടങ്ങായി മാറ്റുന്നു. ക്ലിമ്മീസ് തിരുമേനി പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ ചർച്ചയിലിരുന്ന് ഫാദർ ഷൈജു കുര്യനോട് ചോദിച്ചതാണ്, ക്ലിമ്മീസ് തിരുമേനിക്ക് ഇത് അറിയാമോ? അദ്ദേഹം തന്നെ പറഞ്ഞു അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ മുഴുവൻ BJP-യിലേക്ക് ഒഴുകും എന്ന് മനസ്സിൽ കരുതുന്ന BJP നേതാക്കളുടെ ഒരു ചിന്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അതിലൊന്നും യാതൊരു വിശ്വാസവും തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ ഗിമ്മിക്കുകൾ കാണിച്ചല്ല, യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയോട് വോട്ട് ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗിമ്മിക്ക് ആയിരിക്കാം, പക്ഷെ അത് അവിടെ നടന്നല്ലോ, BJP അംഗത്വം എടുത്തല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പൊ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കുമ്പോൾ ഈ KCBC ഉന്നയിക്കുന്ന ഈ വിമർശനം പോലെ അല്പം കൂടി ചില പദവികളുണ്ട്, ചില സ്ഥാനത്തിരിക്കുമ്പോൾ അതിന്റെ മാന്യത പുലർത്തേണ്ടതുണ്ട് എന്നവർ ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വാക്കുകളൊന്ന് നോക്കൂ. ക്രിസ്മസ് വിരുന്നിന് BJP വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു. അതായത് നമുക്ക് വിമർശനം ഉന്നയിക്കാം, അതിന് ഉപയോഗിക്കേണ്ട ഒരു ഭാഷയുണ്ട്, പ്രത്യേകിച്ച് ഒരു മന്ത്രി പദവിയിലൊക്കെ ഇരിക്കുമ്പോൾ. 100% ശരിയാണ്. ഞാൻ അത് വെറുതെ ബാക്കിയുള്ളവർക്ക് ഒരു സുവർണാവസരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതേ വിമർശനം തന്നെ വളരെ ആഴത്തിൽ വളരെ കൃത്യമായി മന്ത്രി സജി ചെറിയാന് പറയാമായിരുന്നു. ഈ അനാവശ്യമായി ഇത്തരം ഈ മുമ്പിലിരിക്കുന്ന മനുഷ്യരെ ഒന്ന് അവരുടെ ഇമോഷൻസ് ഒന്ന് ഇളക്കാൻ പാകത്തിന് ഇത്ര ബാലിശമായ പദപ്രയോഗങ്ങൾ മന്ത്രി സജി ചെറിയാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത തന്നെയായിരുന്നു. അതിനകത്ത് എനിക്കൊരു സംശയമില്ല. പക്ഷെ ആ വിമർശനം നടത്തിയ വിഷയത്തിൽ കാമ്പുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വിമർശനം നടത്തിയ രീതി അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ സംസ്കാരത്തിനോ യോജിച്ചതല്ല എന്ന് പറയാതിരിക്കാനാവില്ല. ഒരു മന്ത്രിയും ഒരു മെത്രാനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളെ കുറിച്ചോ ഇങ്ങനെ ഇകഴ്ത്തി സംസാരിച്ച് തന്റെ മുന്നിലിരിക്കുന്ന കുറച്ച് ആളുകളുടെ കയ്യടി കിട്ടുമെന്ന് കരുതിയിട്ടാണോ ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വിഷയം എന്തുമാത്രം ആഴത്തിലുള്ള വിഷയമാണ്. ആ വിഷയത്തെ എത്ര ഭംഗിയായി അവതരിപ്പിക്കാം. എന്നിട്ടും അദ്ദേഹം എന്തിനാണ് ഇത്തരം ഒരു മാർഗം ഉപയോഗിച്ചത്? അത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. അത്തരം ഒരു മാർഗം അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ശരി, ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും തിരിച്ചു വരാം. നേരത്തെ ഞാൻ ശ്രീ PP ജോസഫിനോട് ചോദിക്കാൻ വരികയാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വാചകം പറഞ്ഞിരുന്നു, സഭ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങളും അക്രമങ്ങളും നേരിടുന്നത് കേരളത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ മറുപടി അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതുണ്ട്. PP ജോസഫ്, നേരത്തെ താങ്കൾ ഒരു മറുപടി പറഞ്ഞപ്പോൾ ഒരു പരാമർശം നടത്തുകയുണ്ടായി, സഭ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനം കേരളമാണെന്ന്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സമൂഹ നിലയ്ക്ക് ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്ത് പ്രശ്നങ്ങളാണ് കേരളത്തിൽ സഭ നേരിടുന്നത്? മന്ത്രി KT ജലീൽ എന്ന് പറഞ്ഞ മന്ത്രി അദ്ദേഹം കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമൂഹത്തോട് ചെയ്തത് എണ്ണി പറയാനുണ്ട്. ഒന്നാമതായിട്ട് ചെയ്തത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. ആ വകുപ്പിന് ആദ്യം 80-20, അതായത് നമ്മൾ ആലോചിക്കണം, പിന്നെ സർക്കാരിന്റെ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കേണ്ടിടത്ത് 80-20 എന്ന് അനുവാദം വെച്ചു. ക്രൈസ്തവന് 20% മാത്രം. അതിനെതിരെ ഹൈക്കോടതി അടക്കം കേസ് കൊടുത്ത വ്യക്തികളൊരാളാണ് ഞാനടക്കം. പിന്നെ അങ്ങനെ കേസ് കൊടുത്ത് ആ കേസ് അനുകൂലമായിട്ട് വന്നു, 50-50 കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ആ വിധിക്കെതിരെ സുപ്രീം കോടതി പോയത് ഈ സർക്കാരാണ്. അത് പിന്നെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കോടതി അത് അംഗീകരിച്ചു കൊടുത്തപ്പോൾ അതിനെതിരെ പോയത് രണ്ടാമത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. സംഭരണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ ക്രൈസ്തവ സമൂഹം ഏറ്റവും അധികം ഒരു കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പിന്നെ അധികാര സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് കാലത്ത് സമ്പന്നത്തിന്റെ ആനുകൂല്യം ലഭിക്കാത്തത് കൊണ്ട് ഇവിടെ കോമ്പറ്റീവായ എല്ലാ മേഖലകളും സമസ്തമായ സർക്കാർ മേഖലകളിൽ നിന്നും തള്ളപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ അടുത്തായിട്ട് സ്കൂൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടങ്ങളിലൊന്നും കൃത്യമായ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും അവസാനമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ അകത്ത് അതായത് എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ ഓരോരുത്തർ വെച്ച് വരണമെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ക്രൈസ്തവ വിഭാഗം വന്നപ്പോഴത്തേന് അവിടെ മറ്റൊരു എന്നാക്കി ക്രൈസ്തവ വിഭാഗത്തെ അവിടെ നിന്ന് ഒഴിവാക്കി. ഇപ്പൊ ഇപ്രാവശ്യം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴത്തേന് ഏറ്റവും ആവശ്യപ്പെട്ടത് സഭ ആവശ്യപ്പെട്ടതാണ് ഇത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവിട്ടു. പക്ഷെ രാജ്യരാമാനി അടുത്ത ആളുകളിൽ മറ്റു ചിലരെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ വകുപ്പെടുത്ത് അബ്ദുൾ റഹ്മാൻ കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വിടുന്ന നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സൺഡേ സ്കൂൾ ഇപ്പോൾ താങ്കൾ എണ്ണി പറഞ്ഞ ഈ വിഷയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൽ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു വർഗീയ കലാപം, വംശഹത്യക്ക് സമാനമായ സാഹചര്യം, അതിനെ എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ കഴിയുക? പറയാം. മണിപ്പൂരിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അവിടെ ഒരു വർഗീയ കലാപം എന്ന് പറയുന്നതിനുപരിയായിട്ട് അവിടെ ഗോത്രങ്ങൾ തമ്മിലുണ്ടായ കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ അടിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നില്ലേ? ക്രൈസ്തവ ഇതനുസരിച്ച് എവിടെയെങ്കിലും തിരിച്ചടിച്ചിട്ടുണ്ടോ? എവിടെ ലോകത്തിലെ ഏതെങ്കിലും ഭാഗത്ത് ക്രൈസ്തവ വിഭാഗങ്ങൾ എവിടെയെങ്കിലും ആയുധമെടുത്തുണ്ടോ? പക്ഷെ അവിടെ പ്രത്യേകമായ ഒരു ഗോത്ര വിഭാഗക്കാരായതുകൊണ്ട് അവർ തന്നെ കരുത്ത് നേടി അവർ തന്നെ അവിടെ തിരിച്ചടിക്കാൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ അതിന്റെ ആകെപ്പാട് നമ്മളവിടെ കുറ്റപ്പെടുത്തേണ്ടത് അവിടുത്തെ മുഖ്യമന്ത്രി എന്ന ബീരൻ സിംഗ് എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രി അതിന്റെ അകത്ത് മര്യാദയ്ക്ക് ഇടപെടുകയോ അതിന്റെ അകത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ സമയത്ത് ഇടപെടുകയോ ചെയ്തില്ല എന്നാണ് അവരുടെ കുറ്റം. അല്ലാതെ മതപരിവർത്തന നിരോധന നിയമം അതിനോടുള്ള അഭിപ്രായമൊക്കെ മാറിയോ? ഏതാ മതപരിവർത്തന നിരോധന നിയമത്തോടുള്ള അഭിപ്രായം മാറിയോ? മതപരിവർത്തന നിരോധന നിയമത്തോട് ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല. ഞാൻ ചോദിച്ചത് മതപരിവർത്തന നിരോധന നിയമത്തോടുള്ള അഭിപ്രായം മാറിയോ എന്നാണ്. അഭിപ്രായം മാറിയുണ്ടല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. മണിപ്പൂർ ഏറ്റവും അധികം നമ്മൾ അന്നും ഇന്നും ഏറ്റവും അധികം അതിനുവേണ്ടി കേരളമാകം നമ്മൾ അതിനുവേണ്ടി പ്രതിഷേധ റാലി നടത്തിയവരാണ്. അതിനുവേണ്ടി എല്ലാ പള്ളികളും പ്രാർത്ഥനാ സദസ്സുകൾ നടത്തിയാണ് മണിപ്പൂരിന് വേണ്ടി ശാന്തിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മണിപ്പൂർ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് പ്രധാനമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ അനുഭവിക്കുന്ന അനിശ്ചിതാവസ്ഥ അതുപോലെ തന്നെയല്ലേ? പ്രധാനമന്ത്രി ഈ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്നലകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉപരിയായിട്ട് കഴിഞ്ഞ പരിഹരിക്കപ്പെടാൻ വേണ്ടിയായിരിക്കാം അങ്ങനെ ഒരു ഇതിൽ വിളി ക്രിസ്മസിനോടനുബന്ധിച്ചാണ് വിളിച്ചത്. അല്ലാതെ അല്ലാത്തൊരു സമയങ്ങളിൽ വന്നു. ശ്രീ ഷൈജു ആന്റണി, അവസാനമായി ഇത്രയും ലാഘവത്തോടെ സംസാരിച്ച് പറയേണ്ട ഒരു വിഷയമാണോ ഈ മണിപ്പൂർ? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഈ പി ജോസഫ് ഒക്കെ എന്താണ് പറയുന്നത്, സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വല്ല ബോധമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. സഭയിലെ ആദ്യം കുറച്ച് ബിഷപ്പ്മാരെല്ലാവരും പറഞ്ഞിരുന്നത് ഈ മണിപ്പൂരത്തെ പ്രശ്നം ഗോത്രവർഗമാണെന്നൊക്കെയാണ്. എന്നാൽ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായ ബിഷപ്പ് പാംബ്ലാന് തന്നെ പറഞ്ഞു മണിപ്പൂരിൽ നടക്കുന്നത് വംശഹത്യയാണ്, ക്രിസ്ത്യാനി എന്ന വംശത്തെ ഉന്മൂലനം ചെയ്യുകയാണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞതാണ്. മണിപ്പൂരിലെ കണക്കെടുത്ത് നോക്കുന്നേ 450ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രം ആക്രമിക്കപ്പെടുന്നു. ഇതെന്ത് വെള്ളിരിക്കപ്പെട്ടതാണ്? ഇദ്ദേഹത്തിനൊന്നും ഇതിനെക്കുറിച്ചൊരു ബോധമില്ലേ? ഇനി അതിനെ എങ്ങനെയാണ് കുറച്ച് 80-20 സംവരണം കിട്ടാത്തതും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ എവിടെയാണ് ക്രിസ്ത്യാനി തന്റെ വിശ്വാസം പ്രഘോഷിച്ചതിന്റെ പേരിൽ ഒരു ക്രിസ്ത്യാനിയെങ്കിലും കൊല്ലപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് കേരളത്തിൽ? ക്രിസ്ത്യാനിക്കെതിരെ ഒരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ല നമ്മൾ സംസാരിക്കുന്ന വിഷയം, അതല്ലേ, നമ്മൾ മറ്റൊന്നും അല്ലല്ലോ വിഷയം. ഇപ്പൊ ഇത് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളുടെ ഈ കാന്ധമാൽ എന്ന് പറയുന്ന പ്രദേശം ലോക ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ISIS ഭീകരർ ഈജിപ്തിലെ കോപ്റ്റിക് സഭയിലെ 21 ക്രിസ്ത്യാനികളെ കഴുത്തറത്തു കൊന്നു. അത് ക്രിസ്ത്യൻ വേട്ടയായിരുന്നു. കത്തോലിക്ക സഭ ഈ 21 പേരെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. കാരണം അവരുടെ കൊലപാതകം ഒരു വിശുദ്ധ കാരണത്തിന്റെ പേരിലായിരുന്നു. ഇപ്പോ കാന്ധമാലിലെ 35 പേർ കൊല്ലപ്പെട്ട 35 പേരെ 24 പുരുഷന്മാരെയും 11 സ്ത്രീകളെയും കാനനൈസ് ചെയ്യാനുള്ള നടപടി വത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ കൊലപാതകത്തിന്റെ കാരണം വിശുദ്ധമായിരുന്നു.
വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടവരാണ്. സമയക്കുറവ് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ശ്രീ പി ജോസഫ്. അതോടൊപ്പം തന്നെ ശ്രീ ഷൈജു ആന്റണി വന്നതിന്, സംസാരിച്ചതിന്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് വളരെയധികം നന്ദി.